നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട്. അറിയില്ല, പ്രസിദ്ധമായ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതിൽ കരിക്കകത്ത് ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ പണിയൊക്കെ നടക്കുന്നുണ്ട്. ആ പണി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശക്തമായിട്ട് മഴയുണ്ട്. ആ മഴയത്ത് എന്തോ ഒരു അതിഥികൾ ഇങ്ങനെ ഇഴഞ്ഞു വന്ന് ഒരു ടാങ്ക് വെച്ചിരിക്കുന്ന സ്ലാബിൻ്റെ അടിയിലേക്ക് വീണു. അപ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ പലവയൊക്കെ എടുത്ത് മൂടി വെച്ചു എന്ന് പറയുന്നുണ്ട്. പോയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും പുള്ളിക്കാരന് അമ്പലത്തിലെ ശാന്തിയാണ്, പുള്ളിക്കാരന് പോവേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പ്രിയ സുഹൃത്തിനെ വിളിച്ച് ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അല്ല, ഇപ്പം മഴ ശക്തമായിട്ട് കൂടുമ്പോഴത്തേക്കും അതിഥികൾ വരാം. അതിന് പിന്നെ ഇപ്പം മാറ്റിങ്ങിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം അതിഥികളുടെ സാന്നിധ്യം വളരെ കൂടുതലുള്ള സമയം കൂടിയാണ്. പഞ്ചി നമസ്കാരം. തിരുമേനി വിളിച്ചിട്ടുണ്ടായിരുന്നു. സുഖമായിരിക്കുന്നല്ലോ. ഇവിടെ ആളുണ്ടോ? പണി നടക്കുന്നു, പെയിൻറ്റിങ്ങിൻ്റെ. 2 രൂപയുള്ളോ? 2 രൂപ ഉള്ളൂ അല്ലേ? അല്ല, ഇത് എവിടെയാണ് മക്കളെ കണ്ടെന്ന് പറഞ്ഞു? ഇതിനകത്ത്. പോയിട്ടില്ല. ആ സമയം തൊട്ട് ആളുണ്ട്. ഓഹോ. അപ്പോൾ ഈ കാണുന്ന എഴുച്ചിൽ പാടൊക്കെ അതാണോ? ചൊറിയനല്ലേ? ചൊറി ഉണ്ടെന്ന് അവളല്ലേ? ശരി, ഇതുണ്ട്. ഇത് എഴുച്ചിൽ പാടുണ്ടോ? ഇതുണ്ടോ? നമുക്കിത് എഴുച്ചിൽ പാടുണ്ടോ? എഴുന്ന പാടുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല മഴയുണ്ടായിരുന്നു അല്ലേ? നല്ല മഴയായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഇതിനകത്താണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് നോക്കിയോളൂ, എന്ത് സൈസ് സാധനം നോക്കി. ഉണ്ടോ? ചൊറിയൻ. നമ്മൾ പണ്ടൊക്കെ നമ്മൾ പറയും ചൊറിയൻ തവളെ പിടിക്കുന്ന അദ്ദേഹത്തെ അതിൻ്റെ യൂറിനൊക്കെ നമ്മുടെ ദേഹത്ത് വീണാൽ നമുക്ക് ഇതുപോലെ ചൊറി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. അതല്ല ശുദ്ധ മണ്ടത്തിനാണ്. അതിന് ഇതാണ്ടോ മൂത്രം ഒഴിക്കുന്നുണ്ടോ? നല്ല എൻ്റെ യൂറിനാണ് പോയത്. അപ്പോൾ ഈ ഒരു പ്രത്യേകത ഉള്ളത്, ഇപ്പോൾ പാമ്പ് ഇഴഞ്ഞു വന്ന് ഭക്ഷണം തേടി വരുന്ന പാമ്പുകൾ ഈ യൂറിനൊക്കെ നാക്കുകൊണ്ട് സെൻസ് ചെയ്യും. അത് കറക്റ്റായിട്ട് അതവർ അറിയാം. അത് കണക്കാക്കി തൊട്ടിവിടെ ഇരിക്കുന്ന അതിഥി വന്ന് കൃത്യമായിട്ട് അദ്ദേഹം പോക്കും. അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ അങ്ങ് വിടുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വിവാദ വിഷയമായ സ്ഥലം ഇവിടെയാണ്. പുള്ളിക്കാരൻ കണ്ടതിന് ശേഷം ഇവിടുന്ന് മാറിയിട്ടില്ല. പുള്ളിക്കാരന് ഇതിൻ്റെ ഓണർ തിരുമേനിയാണ്. അദ്ദേഹത്തിന് അമ്പലത്തിൽ പോകേണ്ട സമയത്ത്. അപ്പോൾ അതേ ഉടനെ എന്നെ ഇദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തിരുമേനി ആരോടും പറയണ്ട, നമുക്ക് ആൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ ടീമുണ്ട്, അപ്പോൾ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പുള്ളി ആരോടും പറഞ്ഞില്ല, അദ്ദേഹത്തിനോട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഇതിനകത്താണ് അവർ പറയുന്നത്. ഇതൊരു അധികം ആഴമില്ല. ഞാൻ വിചാരിച്ച് വേസ്റ്റ് വെള്ളം പോകാനായിട്ടല്ല ഇറക്കിയിട്ടേക്കുന്ന സാധനം ഇരിക്കുന്നത്. അല്ല, ഇത് സിൻറ്റെക്സ് വെച്ച് മൂടി വെച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്നില്ല, ഇവിടെയും കാണുന്നില്ല. അതിൻ്റെ അടിയിലോട്ട് സ്പേസ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ അടിയിലോട്ട് സ്പേസ് ഉണ്ട്. നല്ല മഴയായിരുന്നു അല്ലേ? വെള്ളം ഇതിനകത്ത് നന്നായിട്ട് പോകുന്നു. അടിപൊളി. അന്ന് കാണാം. കാണുക. ഈ സ്ലാബിൻ്റെ അടിയിലെ സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിനകത്ത് ഇടങ്ങി നല്ല പതിഞ്ഞ പടുതായി നല്ല ഇഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട്. കയറി വരുന്നതാണ് അടിപൊളി. അതാ ഇപ്പം നമ്മൾ കയറി നമുക്ക് ആണല്ലേ. നല്ല വെള്ളത്തിൽ കുളിച്ച് വെള്ളത്തിൽ എവിടെ കിടന്ന സ്ഥലത്ത് വെള്ളം കയറി കാണും. അങ്ങനെ കയറി വരുന്നുണ്ട്. നമ്മൾ കയറ്റേണ്ട, അതിൽ തന്നെ താനേ കയറിക്കും. നമ്മൾ കയറ്റേണ്ട ഒരു കാര്യമില്ല. നമ്മൾ സ്ലാബ് ശകലം നീക്കി കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇണയ്ക്ക് വേണ്ടി വന്ന് കിടന്നിരിക്കാം. ആ സമയത്ത് മെളിക്കറി താനേ വെള്ളം. ഇപ്പം നിങ്ങൾ ഒരു മൂടി വെച്ചില്ലായിരുന്നെങ്കിൽ അത് ഈ വെള്ളത്തിൻ്റെ മഴയുടെ അംശം കഴിഞ്ഞ് മഴയുടെ ശക്തി കഴിയുമ്പോൾ അത് ഇറങ്ങിപ്പോയാണ്. അടിപൊളി. ഒന്നായിട്ട് അവിടെ കയറിയിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ ഒന്ന് അതിനകത്ത് കയറി. ഇനി അടുത്ത ആളിനെ കൂടെ പതുക്കെ മേലോട്ട് കയറ്റാം.
ചെറിയ സ്ലാബും ചെറിയ കുഴിയായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നല്ല ഒരു ശോഷിപ്പുണ്ട് കണ്ടോ, ഫീമെയിൽ തല ചെറുത്, നല്ല ശോഷിപ്പുണ്ട്. അടിപൊളി. അതാ മറ്റുള്ള അതിനകത്ത് കയറി, അടുത്തുള്ളതിനകത്ത് നിന്ന് കയറണം. നല്ല രണ്ടുപേരും അതിനകത്ത് കയറി. ഇനി ടാങ്ക് ഇത് സീൽഡ് അല്ലല്ലേ? അടിപൊളി. ഇതടക്കണം ഒരെണ്ണം. അപ്പോൾ ഇത് അടപ്പ് സീൽഡ് അല്ലായിരുന്നു കേട്ടോ അരുണേ, കണ്ടോ? വെള്ളമില്ല, പൈപ്പിൽ വെള്ളമില്ല അല്ലേ? ക്ലോസ് ചെയ്തിരിക്കാനല്ലേ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ അണലി അറിയില്ല. പിന്നെ എനിക്കത് അത്ഭുതമല്ല, കാരണം ഞാൻ മേനംകുളത്തൊരു ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് 6 അണലികളാണ് ഞാൻ പല പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് എണ്ണങ്ങൾ കൂടുതൽ കിട്ടുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് പറമ്പ് തലവ് സെനയർന്ന് കണ്ടു, അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ പിറ്റേന്ന് പോയി JC വിളിച്ചത് വൃത്തിയാക്കുന്ന സമയത്ത് 6 എണ്ണം വൃത്തിയാക്കുന്ന സ്ഥലത്ത് എനിക്ക് കിട്ടി. അപ്പോൾ ഇത് എൻ്റെ ഒരു അനുഭവം, ഒരു ആദ്യത്തെ അനുഭവം. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ പതുക്കെ ഒന്ന് രണ്ടൊരു മേളിൽ കയറി, മറ്റുള്ള അദ്ദേഹത്തിന് ഇവിടുന്ന് പതുക്കെ മേപ്പോട്ട് കയറ്റി വെക്കാം. നോക്കട്ടെ എന്താ ഉള്ളതെന്ന്. കയറെടുക്കാം അല്ലേ? ഒരു കയറിട്ട് പതുക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ്. കയറ് വരുമെന്ന് അറിയില്ല. കയറിൽ കുരുങ്ങിയതാണ്, പക്ഷെ അത് തിരിച്ചു പോയി. ഇനി നമുക്ക് വീണ്ടും കുറേ പ്രാവശ്യം ശ്രമിച്ചാലേ അത് കിട്ടാൻ സാധ്യതയുള്ളൂ. വടിയെടുക്കാം, നല്ല നടക്കുള്ളൂ. ചെറിയൊരു വടിയെടുക്കാം, എന്നാലേ അത് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് കിട്ടി എളുപ്പമുള്ളത് ഇതാണ്. അപ്പോൾ നമുക്കിവിടെ ഇരുന്നിട്ട് പതുക്കെ കോരി എടുക്കുകയും ചെയ്യാം, പൊട്ടാതെ. ടാങ്ക് ചവിട്ടി പൊട്ടാതെ നമുക്ക് എടുക്കുകയും ചെയ്യാം. അടിപൊളി. നമ്മൾ അദ്ദേഹത്തെ മേളിൽ കയറ്റി ടാങ്ക് അടച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ 2 പേരും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അറിയത്തുമില്ല, കണ്ട. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇപ്പം നമ്മൾ ലാസ്റ്റ് എടുത്തത് ആണാണ്, ഏത് സംശയമില്ല. രണ്ടാമത് ഒരു കുഞ്ഞൻ താനെയൊക്കെ അറിയുന്ന അദ്ദേഹം പെണ്ണാണ്. നമ്മൾ കണ്ടു. ഇതാ 3 പേരും കണ്ട. അടിപൊളി. എല്ലാം എനിക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മളെ എപ്പിസോഡ് നമ്മൾ പ്രേക്ഷകർ മറന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ കുറച്ച് അടുത്താണ് ഒരാളിനെ പാമ്പ് കടിയേറ്റ്, അണലിയുടെ കടിയേറ്റ് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നമ്മൾ പ്രേക്ഷകർ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാല് തേങ്ങയിടാൻ പോയ സമയത്ത് കടി കെട്ടിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നോക്കിക്കോളൂ, ഇത് അത്ര വലിയ, നമുക്ക് ഇതിനേക്കാൾ വലിയ സൈസ് കിട്ടുന്നതാണ്. നോക്കിയുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചെറുത് പ്രതീക്ഷിച്ചു, നമുക്ക് വലുത് കിട്ടി. ഞാൻ നോക്കുന്ന പറഞ്ഞാൽ അണലിയാണ്. അപ്പോൾ അണലിയാകുമ്പോഴത്തേക്ക് ഇദ്ദേഹം എങ്ങോട്ട് വേണമെങ്കിലും
വന്ന് പിടിക്കാം. ഇപ്പോൾ ഒരു 3 സൈഡിലേക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എവിടെ ഈ ഭാഗത്തൊക്കെ സാറിന് മഴ ചെയ്ത് വെള്ളം കയറിക്കണം. അപ്പോൾ ഇപ്പോൾ ഇരുന്ന ഏതെങ്കിലും മതിലിൻ്റെ അടിയിലെല്ലാം വെള്ളം കയറിയപ്പോൾ സ്പീഡ് വന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നിൽ കുറച്ച് വിറക് തടി അടുക്കി വെച്ചിട്ടുണ്ട്. ആ തടിക്കകത്തുപോലെ ഇരുന്നത്. അപ്പോൾ അതിനകത്തും വെള്ളം കയറിയപ്പോഴത്തേക്കായിരിക്കാം നല്ല ശക്തമായിട്ട് മഴ പെയ്തപ്പോഴേക്കും എഴഞ്ഞിങ്ങ് മാറി. ഈ മണ്ണിലൊക്കെ എഴഞ്ഞ പാടുണ്ട്. എന്തായാലും നമ്മൾ ഒരു തവള പാവം ഇതിൻ്റെ കടിയിട്ട് തവള മരിക്കേണ്ടെന്ന് പറഞ്ഞാൽ തവള എടുത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്നു. പക്ഷേ ആ തവളയും അതിൻ്റെ അടിയിലൊന്ന് പെട്ടിട്ടുണ്ട്, ചെറിയ തവള ഒന്ന് പെട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഈ മേളിൽ കയറി പോകുന്ന ആൾ ആണതിഥിയാണ്. ഇത് പെണ്ണതിഥി. കാണുന്ന ഒരാൾ പെണ്ണതിഥി, ഈ തറയിൽ കിടക്കുന്ന ആളും ആണതിഥി. 2 ആണതിഥിയും ഒരു പെണ്ണതിഥിയാണ്. പക്ഷേ ഇതൊക്കെ എന്തെങ്കിലും ഇണ ചേർന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും കാട് കയറി കിടന്ന പറമ്പ് അടുത്ത കാലത്ത് ഇങ്ങനെ വൃത്തിയാക്കുക, 2-3 ദിവസത്തെ ഗ്യാപ്പിൽ വൃത്തിയാക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ ശക്തമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് അവിടെ ഇവർക്ക് പൊളിക്കാനുള്ള മാളങ്ങളോ ഹോളോ ഒന്നും കിട്ടാത്തത് കൊണ്ടും ചിലപ്പോൾ ഇങ്ങനെ വന്ന് പെടാം. ഈ ഒരൊറ്റ ആളാണ് പെണ്ണായിട്ടുള്ളത്. ബാക്കി 2 പേരും ആണതിഥികളാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഒരു പാമ്പുകളുടെ അണച്ചിൽ സമയമാണ്. അപ്പോൾ നമുക്ക് 1, 2, 3, 4 ഒന്നും അല്ല കിട്ടുന്നത്. ചിലപ്പോൾ അതിലൊക്കെ കൂടുതൽ കിട്ടും. കടലിൽ പെട്ടെന്ന് കടിക്കുന്ന, ഒരു ദാക്ഷിണ്യമില്ലാതെ കടിക്കുന്ന ഒരു അതിഥി ആയതുകൊണ്ട് എല്ലാവരും അതിനെ ഭയപ്പെടുന്നത്. പിന്നെ ഏത് ദിശയിലേക്കും തിരിഞ്ഞ് കടിക്കാം, ഒരു ദാക്ഷിണ്യമില്ലാതെ. ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് എത്തിപ്പിടിക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, എങ്ങോട്ടാണ് എത്തിപ്പിടിക്കാം. എങ്ങോട്ട് വെച്ചാൽ 4 ചുറ്റും ഒരുപോലെ പിടിക്കാൻ കഴിയില്ല. ഒരു സൈഡിലേക്ക് പിടിച്ചിട്ട് തിരിച്ച് വന്ന് സ്പ്രിങ് ആക്ഷൻ വന്നിട്ട് മറിച്ച് കടിക്കാൻ കഴിയും. പക്ഷേ ഇത് ഇണചേർന്ന് കഴിഞ്ഞാൽ ഇതൊരു 14 കുഞ്ഞുങ്ങൾ അതിനപ്പുറം ഉണ്ടാകാൻ സാധ്യത. ഈ ഫീമെയിൽ അത് ഇണചേർന്ന് കഴിഞ്ഞാൽ ഒരു 14 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യത. അത്രയ്ക്ക് ചെറിയ ഒരു അതിഥിയാണ്. മാറ്റിങ്ങിൻ്റെ ഒരു നടന്നിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ മാറ്റിങ് തുടങ്ങി അവസാന സ്റ്റേജിൽ അങ്ങനെ ഇത് ഹീറ്റ് മാറ്റാവുന്നുണ്ട്. ഇത് ചെറുതാണ്, 3 വയസ്സിന് മേളിൽ പ്രായമുള്ള പെണ്ണതിഥിയാണ് അദ്ദേഹം. അപ്പോൾ ഇണയ്ക്കുള്ള സമയമായി. പെണ്ണതിഥി ഒരു 3 വയസ്സിന് അടുത്ത് മേളിൽ പ്രായം വരുന്ന അതിഥി. മറ്റവരൊക്കെ അതിൽ കൂടുതൽ 5 വയസ്സോളം പ്രായം വരുന്ന 2 ആണതിഥികളാണ്. 2 ആണുങ്ങൾ. ഈ അതിഥിയും അദ്ദേഹം ആണാണ്. ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ ഫീമെയിൽ, പെണ്ണ്. ആ ചെറിയ നീളം കുറഞ്ഞ അതിഥി. അണലി ആണ് ഭീകരതയുള്ള അതിഥിയെങ്കിലും അണലിയെപ്പോലെ തന്നെ ഇപ്പോൾ കൂടുതൽ ഡെത്തിലേക്ക് പോകുന്നൊരു അതിഥിയാണ്. അണലിയുടെ ഫാമിലിയായ ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന, മുഴമൂക്കൻ എന്നറിയപ്പെടുന്ന, ചപ്പിനകത്തിരിക്കുന്ന കരിയിലയുടെ കളറിൻ്റെ കരിയിൽ അണലി എന്നൊക്കെ അറിയപ്പെടുന്ന അതിഥിയെ കടിയേറ്റ് കഴിഞ്ഞ ഒരു 2 വർഷമായി 4 or 5 പേര് നമ്മുടെ കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് കണക്കില്ല. വാലുണ്ട്, നമുക്കറിയാം വാലിൻ്റെ ബാക്കിലുള്ള ഷേപ്പും വാലിൻ്റെ അഗ്രവും വാലിൻ്റെ അടുത്തുള്ള ഡിസൈനൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അത് ആണാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഉണ്ടോ 2 പേര് ഒരു ചുമ്മാ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതാണ്. ഇപ്പോൾ നമ്മൾ മാറിപ്പോയിരുന്നെങ്കിൽ അത് കയറിപ്പോയനെ. കുറച്ച് രാത്രി ആയിരുന്നെങ്കിൽ അവർ കുറച്ച് സന്ധ്യ ആയിരുന്നെങ്കിൽ അവർ അനക്കൊന്നില്ലായിരിക്കുമ്പോൾ അതങ്ങ് കയറി അടുത്ത പറമ്പിലങ്ങ് പോയാൽ, പറമ്പിലോ അടുത്ത വീടുകളിലോ ഒക്കെ അങ്ങ് പോയാൽ. മിക്കവാറും ഈ സൈഡ് വഴി സഞ്ചരിക്കാൻ ചിലപ്പോൾ ഇവർ പൂട്ടി പോകുമ്പോൾ താഴെ അവിടെ ഷെഡുണ്ട്. ആ ഷെഡിനകത്ത് ഞാൻ ഇപ്പോൾ പോയി നോക്കിയപ്പോൾ തൂമ്പ എടുത്ത സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ ഒരുപാട് വിറവൊക്കെ ഇരിപ്പുണ്ട്. ചിലപ്പോൾ അതിനകത്ത് ചെന്ന് കയറാം. അവിടെയൊക്കെ നനയാതിരിക്കും. അപ്പോൾ മഴ അവർക്ക് ബാധിക്കുന്നുണ്ട്, നനയാതെ സേഫായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ പിന്നീട് ഇണചേരാനായിട്ട് സാധ്യമാണ്. കാരണം വീട് പണി അടക്കില്ല. അപ്പോൾ ഇവരെല്ലാം ക്ലീനാക്കും. എൻ്റെ കാലിൻ്റെ അടുത്തൂടെയാണ് നടന്നു വരുന്നത്. അല്ല, എഴിഞ്ഞു വരും. നടന്നല്ല, എഴിഞ്ഞു വരും. ഞാൻ എപ്പോഴും പറഞ്ഞു പാമ്പ് നടക്കാറില്ല എന്നല്ല, എഴിഞ്ഞാൽ പോകുന്നു. ഒരാളിനെ ചാക്കിലാക്കുന്നു.
ഒന്നിനെ എടുത്തു. ഇതാ രണ്ടാമത്തെ ആളിനെ എടുത്തു. മൂന്നാമത്തെ ആള് ഇതാ ഇവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ട്. മൂന്നാമത്തെ ആൾ നമ്മൾ ചാക്കിലാക്കിയതാ. 3 പേര്. അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക, അവിചാരിതമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചല്ലേ നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് എന്നും വെറൈറ്റി ആയിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള ഒരു എപ്പിസോഡ് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ 2025 നമ്മുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ്. നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ, വ്യത്യസ്തമായ അതിഥികളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കരിക്കകം ക്ഷേത്രത്തിനോടടുത്ത് ഒരു മതിലിന് തൊട്ടടുത്ത് നിന്ന് പിടികൂടിയ 3 അണലി അതിഥികളുടെ, ചേനത്തണ്ടൻ അതിഥികളുടെ, വട്ടക്കൂറ അതിഥികളുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 4 പേരുടെ നന്ദി. നമസ്തേ.